ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ആൽഫിൻ എന്നാണ്. അപ്പം ഞാനിവിടെ സിസ്റ്റമാറ്റിക് ഇന്ററാക്റ്റീവ് പാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം എനിക്കറിയാവുന്നത്ര ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ പോലും നമ്മൾ ചെയ്ത് എടുക്കുന്നതിനനുസരിച്ചാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കേട്ടു എഴുതിയെടുത്തു, അതവിടെ കഴിഞ്ഞു. അത് നമുക്കൊന്ന് റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ എന്തൊക്കെ ആപ്സ് ഉണ്ട്, എന്തൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് നമുക്കൊന്ന് വഴങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 14 ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് OS വർക്ക് ചെയ്യുന്ന ഒരു ഇന്ററാക്റ്റീവ് പാനലാണ് വരുന്നത്. 8GB 128GB സ്റ്റോറേജും കാര്യങ്ങളും വരുന്ന 4K റെസൊല്യൂഷനുള്ള ഒരു ഇന്ററാക്റ്റീവ് പാനൽ കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഇന്ററാക്റ്റീവ് പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റ് ബോർഡിന് ഈക്വൽ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ റൈറ്റിംഗ് ബോർഡിന് ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളാണ് ഈ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ സാധാ റൈറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കൂടുതലും എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് റെഫറൻസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കൂടെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പാനലാണ് വരുന്നത്. സെയിം നമ്മുടെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ സെയിം ഫംഗ്ഷൻസും കാര്യങ്ങളാണ് ഈ ഒരു പാനലിലും വരുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോളിംഗ് ഫംഗ്ഷനും ഇല്ല, ക്യാമറയും ഇല്ല. ബാക്കിയല്ല നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളും. എന്ന് വെച്ചാൽ അത്രത്തോളം സിമ്പിൾ അല്ല. ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് അതിനു വേണ്ടി തന്നെ കസ്റ്റം മെയ്ഡ് ചെയ്ത വോയിസും കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് വന്നിരുന്നത്. അപ്പോൾ അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ല, പക്ഷെ എന്നാലും ആൻഡ്രോയിഡ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇത് ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ആണ് വരുന്നത്. നോർമലി നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു TV അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ അതിലോട്ട് ഒരു പരിധി കൂടുതൽ സമയം നമുക്ക് നോക്കിയിരിക്കാനായിട്ട് പറ്റത്തില്ല. കണ്ണിന് നല്ല പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. 24 hours യൂസ് ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കെയർ ഒന്ന് നോക്കണം. വാറണ്ടി ഉണ്ട്, കാര്യമുണ്ട്, പക്ഷെ അതിൽ കാര്യമില്ല. നമ്മൾ ഈ പാനൽ എങ്ങനെ സൂക്ഷിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു. ഈ ഒരു 4 സൈഡും നമുക്ക് ഫുള്ള് ടച്ച് സെൻസറും കാര്യങ്ങളുമാണ് വന്നേക്കുന്നത്. എല്ലാ സൈഡിലും പൊടിയും കാര്യങ്ങളും പിടിച്ചിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ പൊടിയും കാര്യങ്ങളും പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബ്രഷ് എടുത്തിട്ട് കിട്ടുവാണെന്ന് ബ്രഷ് എടുത്ത് ഈ 4 സൈഡും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പൊടി ഇതേ പിടിച്ചിരിക്കാത്ത ഭാഗത്ത്. കാരണം നമുക്ക് ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ സെൻസർ ഡാമേജ് മെയിനായിട്ട് വരും. ഇതിനാകെ മെയിൻ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻസർ ഡാമേജ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാ നോർമൽ TV ആയിട്ട് ഈ ഒരു പാനലിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ പാനലാകുമ്പോൾ നമുക്ക് പെന്ന് യൂസ് ചെയ്യാം. ഇതിനൊരു പെന്ന് വരുന്നുണ്ട്, സ്റ്റൈലസ് എന്നാണ് ഈ പെന്ന് പറയുന്നത്. പെന്ന് യൂസ് ചെയ്യാം, ഫിംഗർ യൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ഫിംഗറിനേക്കാളും നല്ലത് നമ്മൾ പെന്ന് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഫിംഗർ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും കാണും. കണ്ടിന്യൂസ് യൂസിങ് ആകുമ്പോൾ അത് ചിലപ്പോൾ ഒരു മാർക്ക് പോലെ അവിടെ കിട്ടും. പിന്നെ ഓയിലി ഫുഡ്സ് കഴിക്കുന്നവരാരില്ല നമ്മളല്ല. അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളും സ്ക്രീനെ പിടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ പ്രോപ്പർ ക്ലീനിങ് ഇല്ല എന്നുള്ളത് പോകാനായിട്ട് നല്ല രീതിക്ക് പാട് വരുന്നുണ്ട്. അപ്പോൾ പെന്ന് തന്നെ മാക്സിമം പറ്റുന്നത്ര പെന്ന് യൂസ് ചെയ്യുക. അത് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് കാണും, പക്ഷേ അത് വഴങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ വരത്തില്ല. പിന്നെ ഈ പെന്ന് യൂസ് ചെയ്യുമ്പോഴും ഉണ്ട് നമ്മൾ നോർമൽ പേന പിടിക്കുന്ന രീതിക്ക് പിടിക്കാൻ കിട്ടത്തില്ല. കാരണം പാനലിൽ നമുക്ക് 20 പോയിന്റ് ടച്ചാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 20 പോയിന്റ് നമുക്ക് 20 പേർക്ക് ഈ പാനലെ യൂസ് ചെയ്യും. അതാണ് 20 പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാ നോർമൽ പേന പിടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ മൾട്ടി ഫങ്ഷൻസ് ആക്ടിവിറ്റീസിൻ്റെ ഉറപ്പായിട്ട് നടക്കും. ഒരേ നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു സാധാ പേന പിടിക്കുന്നതിന് പകരം ഈ ഒരു ഡിസ്റ്റൻസ് എങ്കിലും പിടിക്കണം. ഇപ്പോൾ ഒരു തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് കാണും, പക്ഷേ യൂസറായി കഴിയുമ്പോഴത് ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരത്തില്ല. പെന്ന് തന്നെ നമുക്ക് 2 ടൈപ്പ് രീതിക്ക് വരുന്നുണ്ട്. ടിൻ പോയിന്റും വരുന്നുണ്ട്, ടിപ്പ് പോയിന്റും വരുന്നുണ്ട്. അത് റൈറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം അത്രയാണ് ജസ്റ്റ് ഇതിൻ്റെ പാനലിൻ്റെ പുറമെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓണും ഓഫും ഉണ്ട്. അപ്പം ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടർ കാര്യങ്ങളോ യൂസ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നേരെ പവർ ഓൺ ചെയ്യുക. അപ്പം അതിന് മുന്നേ പാനലിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഓഫ് ആക്കിയിട്ട് തരുമ്പോൾ ഇപ്പോൾ ഓൺ ആക്കി തരാം. പിന്നെ നമ്മളായിട്ട് അത് ഓഫ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ചിലപ്പോൾ മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ തപ്പിയിരിക്കേണ്ടി വരും. അപ്പം ആ ഒരു സ്വിച്ചിലേക്ക് ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഓൺ ആക്കിയത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. നേരെ പ്ലഗ് ചെയ്തു, സ്വിച്ച് ചെയ്തു, പാനൽ ഓൺ ആയിട്ടുണ്ട്. അവിടെ തന്നെ കാണാം ആ ഒരു ബട്ടൺ കാണുന്നുണ്ട്. അതെന്തിനാ സ്റ്റാൻഡ് ബൈ ബട്ടൺ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അതൊരു കണ്ടന്റും കാര്യങ്ങളും കിടക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ കേട്ടോണ്ടിരിക്കുന്നതിന് കൂടുതൽ പെട്ടെന്ന് ശ്രദ്ധ ചിലപ്പോൾ പാനലിലോട്ടായിരിക്കും.
ആ ഒരു ടൈമിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻ സ്ലീപ്പ് മോഡിലോട്ട് പോകും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഓണായിട്ട് വരും. ഇപ്പോൾ ഒരു PDF ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ഓഫാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം, ആവശ്യമുള്ള അത് ഓപ്പണാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് പാനലിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും വരുന്നത്. മെയിൻലി നമ്മൾ ഇതിപ്പോൾ പറഞ്ഞൊരു എഡ്യൂക്കേഷൻ പർപ്പസ് പാനൽ ആയതുകൊണ്ട് അതിൻ്റെ അത് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ആപ്സ് ആണ് ഈ കൊടുത്തിരുന്നത്. വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിംഗ് ബോർഡാണ് ഈ വൈറ്റ് ബോർഡ് എന്ന് കൊടുത്തിരുന്നത്. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഫയൽസ് കാര്യങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ മെർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് കാര്യങ്ങൾ. പിന്നെ WPS ഓഫീസ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇന്ററാക്റ്റീവ് പാനലിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. പിന്നെ മോർ ആപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള കുറച്ച് ആപ്സും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കാണാം. യൂട്യൂബ് അക്കൗണ്ട്, PDF റീഡർ, സൂം, ക്യാമറ, ട്രാൻസ്ലേറ്റ്, ടൈമർ, വെബ്കാം ഡിറ്റക്ഷൻ, കമ്പ്യൂട്ടർ, അങ്ങനെ കുറച്ച് ആപ്സ്. ഇതിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ക്യാമറയുടെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്കാമോ കാര്യങ്ങൾ കണക്ട് ചെയ്യുക. USB പോർട്ട് കാര്യങ്ങൾ ഫ്രണ്ടിലും കിടക്കുന്നത് ഈ ഒരു ഇവിടെ മാത്രമല്ല പോർട്ടും കാര്യങ്ങളും പറയുന്നത്, ബാക്ക് സൈഡിലും കാര്യങ്ങളും സെയിം പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ഏതൊരു പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക, ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗ്യാലറി കിടക്കുന്നു. ഗ്യാലറിയിൽ ഇതിൻ്റെ ഇമേജസോ കാര്യങ്ങളോ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പെൻ ഡ്രൈവിൻ്റെ അകത്തോടെ നമ്മൾ കയറ്റിയിട്ടേക്കാണെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഫയൽ മാനേജറാണ് യൂസ് ചെയ്യുന്നത്. ഫയൽ മാനേജറിൻ്റെ അകത്തിട്ട് ലോക്കലും കിടപ്പുണ്ട്, ലോക്കലിലോട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 128 GB ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ഒരു സ്റ്റോറേജും കാര്യങ്ങളും ഫുള്ളാവുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ വേണം. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന കാര്യം ഈ ഗ്യാലറി ഇമേജ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാലറിയിൽ കാണാം. പിന്നെ സെറ്റിങ്സ് വരുന്നുണ്ട്, കോഡ്കിറ്റ്, വൈറ്റ് ബോർഡ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. ഇപ്പം നമ്മൾ എടുത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ സെൻഡ് ചെയ്ത് കൊടുക്കും. സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. പിന്നെ ക്രോം കിടപ്പുണ്ട്, പ്ലേ സ്റ്റോർ കിടപ്പുണ്ട്. ഇപ്പം ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ആപ്സും കാര്യങ്ങളും എടുത്ത് കൊടുത്തത്. നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും എക്സലോ കാര്യങ്ങളൊക്കെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PPT വേറെ ഫയൽസോ ആപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ കിടപ്പുണ്ട്. ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും ഇതിൻ്റെതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത്രയാണ് ഇതിൻ്റെ ആപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡിലും നോക്കിയാൽ ചെറിയൊരു മൈക്രോ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിൻ്റെ തീരെ നമുക്ക് ബാക്ക് ഇറങ്ങി പോകണം. ഒരു യൂട്യൂബ് വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. കാരണം ഫുൾ ഇൻ്റർഫേസും ആ യൂട്യൂബിൻ്റെ ഒരു സ്ക്രീനായിരിക്കും വന്ന് കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടച്ച് പോയിന്റിൽ ടച്ച് ചെയ്തെടുക്കാം. ബാക്ക് കിടപ്പുണ്ട്, ഹോം ബട്ടൺ കിടപ്പുണ്ട്, റീസെൻ്റ് ആപ്സ് കിടപ്പുണ്ട്. ഇപ്പോൾ ബാക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്സ് കിടക്കുന്നു. നേരെ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും. ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഹോം ബട്ടൺ ഉണ്ട്, ഡയറക്റ്റ് ഹോമിലോട്ട് പോകാം. ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് എടുത്തൊരു പേജിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്ത് പോകേണ്ടി വരും. ഡയറക്റ്റ് ഹോം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആപ്സ് ചെയ്യുമ്പോൾ ഏതൊക്കെ ആപ്പ് എടുത്തിട്ടുണ്ടോ ആ ഒരു ആപ്പിലോട്ട് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നേരത്തെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് ബാക്ക് അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നേരെ വൈഫൈയുടെ ഇതിലോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ റീസെൻ്റ് ആപ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ കിടന്നു. ഇപ്പോൾ ഒരു PDF റീഡർ ഓപ്പൺ ചെയ്തു നേരെ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ വൈറ്റ് ബോർഡ് കാര്യങ്ങൾ എടുക്കും. ഒന്നോടെ PDF റീഡർ എടുക്കുന്നതാണ്, നേരെ റീസെൻ്റ് ആപ്പ് എടുക്കുന്നു, ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അത്രയാണ് ഈ ഫോണിലെ സെയിം ഫങ്ഷൻസ് തന്നെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ക്ലിയർ ചെയ്യുന്നതാണെന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ ഇവിടെ ടച്ച് ചെയ്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ആപ്പും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകുള്ളൂ. ക്ലിയർ ഹോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത് പ്രീവിയസ് ചെയ്ത് ഉപയോഗിച്ചോ ആ ഒരു ആപ്പ് അവിടെ നിന്നിട്ട് ബാക്കിയല്ല. ഫുള്ള് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നിൽ ടച്ച് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആപ്സും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകുള്ളൂ. പിന്നെ വരുന്ന അനോട്ടേഷൻ്റെ ഒരു പെന്നാണ്. ഈ അനോട്ടേഷൻ എന്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇമേജ് കാണിച്ചു, കാണിച്ചിട്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പേരൊന്നും എഴുതുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വേറെ എവിടെ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇമേജ് വെറുതെ എടുത്തപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ അനോട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ അനോട്ടേഷൻ എടുക്കണം. ഇതിപ്പോൾ ഒരു ഇമേജ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന ഒരു ഇമേജും കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ ട്രാൻസ്ക്രീൻ എന്ന് പറഞ്ഞ ആപ്പ് എന്താണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അനോട്ടേഷൻ എടുത്തു, എനിക്കിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇവിടെ വരുന്ന കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു ആപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പുള്ളി റൈറ്റിങ് മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. കാരണം വേറെ എന്തെങ്കിലും എടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മാർക്ക് കാര്യങ്ങളായിട്ട് വരുന്നത്. കാരണം അനോട്ടേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സാധാ പോലെ പോകണമെന്നാണെന്നുണ്ടെങ്കിൽ വേറെ ആപ്ഷൻ കാര്യങ്ങളൊക്കെ
ക്ലോസ് ചെയ്യുക തന്നെ വേണം. ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ അടുത്ത ആപ്സിലോട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അടുത്ത ഫംഗ്ഷനിലോട്ടോ നമുക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാമത്തെ ഓപ്ഷൻ അനോട്ടേഷൻ. പിന്നെ വരുന്നത് കൺട്രോൾ പാനലും കാര്യങ്ങളോട് വരുന്നത് സാധാ വൈഫൈ ഇന്റർനെറ്റ് ഹോട്ട്സ്പോട്ട് എല്ലാം കിടക്കുന്നത്. ഫോണിൻ്റെ അത്ര സെയിം കൺട്രോൾ പാനലും കാര്യങ്ങളും. സൗണ്ട് കൂട്ടുക കുറയ്ക്കാൻ ബ്രൈറ്റ്നസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഉള്ളിൽ കിടക്കുന്ന സെയിം ആപ്സും കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റൈറ്റ് സൈഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയാണ്. കാരണം ഇപ്പം എനിക്കത് യൂസ് ചെയ്യാം, നിങ്ങളും അത് ആയി വന്നു കൊടുക്കും. ഓരോ തവണ ഇതിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് നമ്മൾ ആയി കഴിയുന്നതിൽ രണ്ട് സൈഡിൽ നിന്ന് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചോളൂ. അത്രയാണ് ഇതിൻ്റെ ഇന്റർഫേസ് വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ മെയിൻലി ഉപയോഗിക്കുന്ന വൈറ്റ് ബോർഡിന് പകരം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ വെറുതെ നമുക്ക് ഇരിക്കത്തുള്ളൂ, ഓഫായി തന്നെ സ്ക്രീൻ ഇരിക്കത്തുള്ളൂ. അപ്പം വൈറ്റ് ബോർഡ് പകരമായിട്ട് പറയില്ല, ഈക്വലായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഓപ്ഷനാണ് ഈ നോട്ട്. ഇതാണ് ഇന്റർഫേസും കാര്യങ്ങളും വരുന്നത്. ഇത്രയും ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പെന്ന്, ഇറേസർ, പിന്നെ സെലക്ഷൻ ഓപ്ഷൻ, ടൂൾസ് കാര്യങ്ങൾ, ഷേപ്സ്. പിന്നെ ഇതാണ് ബേസിക്കലി റൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്സ്. ഇത്രയും മാത്രമേ വരത്തുള്ളൂ, അത് കൂടുതലൊന്നും വരാനില്ല ഇതിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെന്ന് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, തിൻ പോയിന്റ് തിക്ക് പോയിന്റ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് പെന്നിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ കാണാം രണ്ട് രീതിക്കുള്ള ടിപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ തിൻ പോയിന്റ് ആണ് നോക്കി അറിയാം. തിൻ പോയിന്റ് എടുത്ത് എഴുതുമ്പോഴത്തേനും ഒരു വാക്ക് എഴുതും, ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. അതേസമയം അതൊന്നോടെ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പ് പെൻ, നമ്മൾ പെന്നിൻ്റെ ഏത് ടിപ്പ് തൊടുന്നു അതിനനുസരിച്ച് അവിടെ ചേഞ്ചസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ടിപ്പ് പോയിന്റ് എടുത്തുകൊണ്ട് തന്നെ ടിപ്പ് പോയിന്റ് തിക്നെസ്സും കാര്യങ്ങളും കൂടി കിടന്നു. അത് വരുമ്പോഴത്തേനും പെന്നിൻ്റെ കാര്യത്തിൽ ഒരു മെയിൻ എന്ന് പറയാൻ വേണ്ടി കാര്യം നമ്മൾ ഈ പെന്നൊന്ന് സൂക്ഷിക്കണം. താഴെ പൊടി ഒന്നും ചെയ്യില്ല. കാരണം എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലൈൻസിൻ്റെ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കണം, താഴെ പോകാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയാൽ മതി. നമ്മളല്ലേ നമ്മളായിട്ട് ഈ സാധനം നോക്കണം. പിന്നെ ഇതിലോട്ട് മാഗ്നറ്റ് ആണ്, പക്ഷേ ഇതിലോട്ട് വെക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉപയോഗം കഴിയാൻ തിരിച്ചെടുത്ത് കൊണ്ടുപോകും. ഇത്ര തിക്നെസ്സും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം തിക്ക് പോയിന്റ് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ആക്സസ് ചെയ്ത് എഴുതാൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതേ സെയിം തിക്നെസ് തന്നെ ഇവിടെയും കിട്ടും. കാര്യമൊന്നുമില്ല, പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒരു ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു എഴുതി പെട്ടെന്ന് അണ്ടർസ്കോർ ചെയ്യണമെങ്കിൽ കട്ട് കൂട്ടി എഴുതാമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിൻ പോയിന്റ് കൂട്ടിയിട്ടാലും ബോൾഡായിട്ട് വരും. അത്രയും മാത്രം പെട്ടെന്നൊന്ന് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തിക്നെസ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ തന്നെ പല ടൈപ്പിലായിട്ടൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളല്ലേ ഇപ്പോൾ ഓരോരുത്തരും നിന്ന് നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ആ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നിലോട്ട് പോകേണ്ടി വരുന്നു. അതിന് പകരമായിട്ട് ഇവിടെ ഒരു ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒറ്റ സൈഡിൽ നിന്ന് തന്നെ ചെയ്യാൻ പാടും. ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആ സൈഡിൽ കണ്ട കൺട്രോൾസും കാര്യങ്ങളും ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെ ഞാനങ്ങ് എഴുതി. ഇപ്പോൾ തിക്നെസ് കൂട്ടിയിട്ട് കൊണ്ട് തിൻ പോയിന്റ് ആണ് ഉണ്ടായിരുന്നത്. തിക്നെസ് കൂട്ടിയിരിക്കണം, എഴുതുന്ന ലൈനിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും കൂടി. അപ്പം ഇതാണ് ലാസ്റ്റ് ലൈൻ. ഇപ്പം എൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എഴുതി പറഞ്ഞു പോകുന്ന കാര്യം ഇവിടെ വരെ എത്തി. എനിക്കിനി എന്ത് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത പേജ് ആണ് നമുക്ക് എടുക്കുന്നത്. ഞാൻ ഈ പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് ആണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പേജ്. നേരെ വന്ന് 3 4 പേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പേജ് വേണേലും ഈ ഒരു പ്ലസ് ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കുറച്ച് പേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ പ്രീവിയസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. ഒരു 10, 15, 20 പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേജ് നമ്പറും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഈ ഒരു പേജ് നമ്പർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തമ്പനെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടത് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. തുടക്കത്തിൽ ചെയ്താണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പേജും കാര്യങ്ങളും അവിടെ വന്നോളും. എത്ര പേജ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് എടുക്കാം. പിന്നെ അത് പേജിൻ്റെ കാര്യം മാത്രം. ഇതിപ്പോൾ ഇറേസ് ചെയ്യണം. ഈ രണ്ടെണ്ണം ഇപ്പോൾ
ഇറേസ് ചെയ്യണം. ഒന്നും വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ 2 തരത്തിലുള്ള 3 തരത്തിലുള്ള ഇറേസറും കാര്യങ്ങളും കിടപ്പുണ്ട്. ഈ ഒരു ഇറേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ബോൾഡായിട്ട് തന്നെ ഇറേസ് ചെയ്ത് കൊണ്ടുപോയി കളയാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് വേർഡ്സും കാര്യങ്ങളില്ല, കുറേ വേർഡ്സും കാര്യങ്ങളില്ല, അതിൻ്റെ ഒരു ലെറ്റർ മാത്രം തെറ്റിപ്പോയി, അതല്ല ഒരു വാക്കിലുള്ള ഒരു മിസ്റ്റേക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്ക് മാത്രം പോയി കളയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം അത്ര ഭാഗം ഒരുമിച്ച് അങ്ങനെ ക്ലിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മാത്രം കളയണം. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ അങ്ങ് ഒരുമിച്ച് അങ്ങ് പോകുന്നു. സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ ക്ലിയർ റോളും കാര്യങ്ങളും കൊടുക്കുക, ഫുള്ളായിട്ട് തന്നെ പൊക്കോളും. പക്ഷേ ഇത് ഇറേസറിൻ്റെ കാര്യം നമുക്ക് ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഇതിൻ്റെ പാനലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് എന്തായാലും കീപ്പ് ചെയ്യും. കാരണം ചുരിദാർ ഇടുന്നവരാണ്, സാരി കൊടുക്കുന്നവർ, എങ്ങനെ വരുമ്പോഴത്തേനും ആക്സിഡൻ്റ് ടച്ച് നല്ല രീതിയിൽ നമ്മളറിയത്തില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേനും ഷാളിൻ്റെ തുമ്പ് അല്ല സാരിയുടെ തുമ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പുറകെ കിടക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പം ഡിലീറ്റ് ആയി പോകും. ചില സമയത്ത് അത് കണ്ടുപിടിച്ചാൽ പോലും വരണമെന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാൻഡേർഡ് വലിയ പ്രശ്നമില്ല, എന്നാലും ഒന്ന് നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പം ഇവിടെ അൺഡൂറിയുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പം അറിയാണ്ട് അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അൺഡൂറിയുടെ ഓപ്ഷനും കാര്യങ്ങളും കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, ഫസ്റ്റ് പേജ് ഇപ്പം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മളിവിടെ തീർന്നു, അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേണ്ട, പുതിയ ഒരെണ്ണം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ലൈൻസിൻ്റെ അതോടെ സേവ് ചെയ്യുക, സേവ് അസ് ഉടനെ, അങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊന്നും വേണം, സേവ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, പുതിയ പേജുകൾ നമ്മൾ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ചാപ്റ്റർ തീർന്നു, അതിന് 3 ലൈൻ എടുക്കുന്നു, ഇത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് മാത്രമേ പറ്റൂ. നേരത്തെ നമ്മൾ ചെയ്ത ഒരൊറ്റ പേജ് കാര്യങ്ങളുടെ വർക്ക് അണ്ടു പഠിച്ചാലോ റീഡ് പഠിച്ചാലോ ഒന്നുമില്ല, എല്ലാം ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു പേജും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ ന്യൂ വരും. അത് ഞാൻ പറഞ്ഞത്, അത് പുതിയ പേജ് എടുക്കാൻ വേണ്ടി മാത്രം, നമ്മുടെ ആവശ്യം കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഉപയോഗിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കിടന്നോളും. ചാപ്റ്റർ തീരുന്നോളം വരെ എത്ര വേണം പേജും കാര്യങ്ങളും അവിടെ ആഡ് ചെയ്ത് തരാം. പിന്നെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഇത് പാനലിൽ മുന്നിൽ നിന്ന് ചെയ്യുന്നതിന് കൂടുതൽ നമ്മൾ സൈഡിൽ നിന്ന് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. ഞാനിവിടെ നിന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 എഴുതി ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ നിന്ന് എഴുതി കാണിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊന്നും എനിക്ക് സെൻറ്ററിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു വേർഡാണെന്ന് വിചാരിക്കുക, അത് സെൻറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ എന്നാൽ സെലക്ടിൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തെടുത്ത് അത് സെലക്റ്റഡ് ആയി ഇത് നേരെ മൂവ് ചെയ്യാം, സൈഡിലോട്ട് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ പുറകെ ഇരിക്കുന്നവർ ചിലപ്പോൾ അത്രയും ഈ ഒരു സൈസ് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചെയ്യാം, നേരെ ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് അതിൻ്റെ സൈസും കാര്യങ്ങളും കൂട്ടി മുകളിലോട്ട് എങ്ങോട്ട് വേണം വെക്കാം. അതുപോലെ തന്നെ ഇവിടെ കളറും കാര്യങ്ങളും കിടപ്പുണ്ട്. ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളറും കാര്യങ്ങളും സെലക്ട് ചെയ്ത് എടുക്കാം. പിന്നെ അത് വേണമെങ്കിൽ ഇപ്പം ഒരു വാക്കാണ് എഴുതിയത്, എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള വാക്ക് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിളിലോട്ട് പോയിട്ട് അത് സെർച്ച് ചെയ്ത് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ആയിട്ട് കൊണ്ട് കാണിച്ചു. പെട്ടെന്നൊരു വാക്കും കാര്യം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെഫർ ചെയ്യണം. പെട്ടെന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ റെഫർ ഫോണില്ല, ലാപ്പിലോ ഒന്നുമില്ല, അല്ലാതെ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. പെട്ടെന്ന് കാണിക്കുന്ന ആ വേർഡ് എഴുതിയിട്ട് സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിലോട്ട് പോയിട്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ പോലെ വന്നു. പിന്നെ കിടത്തേക്കുന്ന ക്ലോണിൻ്റെ ഓപ്ഷനാണ്. അത് ഒന്നോടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ടച്ച് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷൻ ടച്ച് ചെയ്ത് എത്ര വേണേലും ക്ലോണും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ സെലക്ട് ചെയ്യുന്നു, അത്രയും മാത്രമേ ചെയ്തു. അത് ഈ സെലക്ടിൻ്റെ ഓപ്ഷനിൽ മാത്രം. ഇപ്പോൾ ഒരു ചെറിയ വാക്ക് എഴുതിയിട്ട് സൂം ചെയ്യാനാണെങ്കിൽ പോലും ഈ ഒരു സെലക്ഷൻ തന്നെ യൂസ് ചെയ്യും. ആദ്യം പറഞ്ഞ പോലെ ചെയ്തു, ജസ്റ്റ് കൊടുത്തു, സെലക്ട് ചെയ്തു, അത് എത്രത്തോളം വേണം വരുമ്പോഴത്തേക്കും പിന്നെ അത് തിരിച്ചു വെക്കണം. എന്തെങ്കിലും ഷേപ്സോ കാര്യങ്ങളാണെന്ന് നമുക്ക് തിരിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഏത് രീതിയിലോട്ട് വേണമെങ്കിൽ റൊട്ടേഷൻ ഇങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് എടുക്കും. അതിനെല്ലാം ഈ ഒരു സെലക്ടിൻ്റെ ഓപ്ഷൻ മാത്രമേ പറ്റുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ടായിട്ട് പോകാനുള്ള ചാൻസസ്
കൂടുതൽ. അപ്പം അതൊന്ന് നോക്കുക. പിന്നെ വരുന്ന ഷേപ്സ് കാര്യങ്ങളാണ്. 2D ഇമേജും വരുന്നുണ്ട്, 3D ഇമേജും വരുന്നുണ്ട്. 2D ഇമേജ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നോർമലി ബുക്കിൽ അല്ലെ പേപ്പറെ വരയ്ക്കുന്ന നമുക്കറിയാം, നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് എടുത്തിട്ട് കറക്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. പക്ഷെ ഒരു ഗ്ലാസ് ബോർഡ്, ഗ്ലാസ് ഇന്റർഫേസ് വരുന്ന ഒരു പാനലിൽ അതുപോലെ കോമ്പസ് കാര്യങ്ങളൊക്കെ വൃത്തി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ ചെയ്യുന്നത്, നോർമലി ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കാരണം വേറെ ടൂൾസോ കാര്യങ്ങളൊന്നും ഒറ്റ വര വരച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാവുന്ന നല്ല ഷേപ്പ് കാണുന്നത്. അതിന് പകരമായിട്ട് നേരെ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇപ്പം സർക്കിൾ എടുക്കണം, സർക്കിൾ എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സർക്കിളും സെലക്ട് ചെയ്തു ഒരു സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ മതി. ഇപ്പം എന്താ കാര്യം വെച്ചാൽ ഇപ്പം നോക്കിയാൽ ഞാൻ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അത് മുകളിലോട്ടാണ് പോയത്. അത് പോയിന്റ് കൊടുത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. സെൻറ്ററിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സർക്കിളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ വന്നു, ഇങ്ങനെ ഈ ഒരു രീതിക്ക് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ തിരിച്ച് താഴത്ത് കിട്ടും. ആ ഒരു സമയത്ത് വ്യൂ സെലക്ടിൻ്റെ ഓപ്ഷൻ ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നേരെ അത് വരച്ച് താഴത്തോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെലക്ടിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ ഉപയോഗിക്കും. അതിപ്പം സർക്കിൾ മാത്രമല്ല, ഏത് ഷേപ്പ് എടുത്താലും വെക്കുന്ന ഒരു രീതിക്ക് അനുസരിച്ചായിരിക്കും അത് മുകളിലോട്ട് താഴത്തോട്ട് പോകണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം. സർക്കിളാകുമ്പോൾ ഈ ഒരു ഹൈറ്റിന് മുകളിലോട്ട് പോയി ഉറപ്പായിട്ടും മുകളിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. പിന്നെ 3D ഇമേജ് കിടപ്പുണ്ട്, ഇപ്പം 2D കിടപ്പുണ്ട്, 3D കിടപ്പുണ്ട്. ഇപ്പം 3D ആകുമ്പോഴത്തേനും ജസ്റ്റ് ഫുൾ സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കോ വലുതാക്കോ വെച്ച്. കാരണം മറ്റേത് 2D ആകുമ്പോഴത്തേനും നമുക്ക് 4 സൈഡ് മാത്രം 4 ഫേസ് മാത്രമേ കിട്ടും. ഇതാകുമ്പോൾ ഫുൾ ഫേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിലൂടെ ചെയ്യാം. എങ്ങനെ ഈ ഫിഗർ വെച്ചിട്ട് അതിൽ ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് ചെയ്താണ് കണ്ടോ, ആദ്യം പറഞ്ഞ അഞ്ചില് ആ ഒരു ഫിഗർ ഇപ്പോൾ കാണിച്ചത് 3D 2D ഇതിന്റെ കോർണറുകളൊന്നും മാർക്ക് ചെയ്യും. അത് പിന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ഇതിൽ വരയ്ക്ക് വേണം, ഇനി വരയ്ക്കാം. ഇനി വരയ്ക്കാം. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇത് ഷേപ്സിന്റെ ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ വരയ്ക്കാൻ നോക്കരുത്. കാരണം വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ വരുന്ന അടുത്ത ഷേപ്പ് ആയിരിക്കും. അപ്പൊ അത് ബാക്കി പെന്നിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എന്തെടുത്താലും തിരിച്ച് പെന്നിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് പറ്റും. കാരണം മറ്റേ ബാക്കിയെല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്സ് കാര്യങ്ങൾ ഫംഗ്ഷനാണ്. അപ്പൊ അതിൻ്റെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ, ആ ഒരു ഫംഗ്ഷനെ ഒന്നും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എത്രയാണോ വേണ്ടത് അത്രയും സാധനം നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഇപ്പൊ ഫുള്ള് സെലക്ട് ചെയ്ത് ഡ്രോ ചെയ്ത് എടുത്തിട്ടാണ് ഇത്രയും ഭാഗം നമുക്ക് സെലക്റ്റഡ് ആയത്. അല്ലാണ്ട് ഇതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ട് ഈ സർക്കിൾ അല്ലെങ്കിൽ ബാക്കി കുറച്ച് ലെറ്റേഴ്സ് കിട്ടിയാൽ കാര്യമില്ല. മാറ്റാൻ പറ്റും. അത് ആ ബ്ലോക്കിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുത്താൽ അത് രണ്ടാമത്തെ എഴുതില്ല, അത് വരത്തില്ല. ഇനി വരത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്തതാണ്. അങ്ങനെ ഇനി വരുന്ന സെപ്പറേറ്റ് ഇച്ചിരി പാടും. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമുള്ളവര് ഇപ്പം സർവ്വ ഫിസിക്സ് കഴിഞ്ഞു, ഫിസിക്സിന്റെ ആള് അവിടെ ഇത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് സേവ് ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുമ്പോഴത്തേക്ക് വീണ്ടും അതൊന്നോടെ എടുക്കാം. മീൻസ് ഇപ്പൊ ഞാനിപ്പോ 5 പേജ് ഇപ്പൊ ഞാൻ കാര്യം പറയാം. ഇപ്പം 5 പേജ് എടുത്തിട്ടില്ലേ, 5 പേജ് നമ്മൾ ജസ്റ്റ് സേവ് കൊടുക്കും. ഈ ഒരു ഇതിവിടെ സേവ് ആയിട്ടുണ്ട്. ഈ ഒരു വീണ്ടും കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ വേണ്ടി എക്സിറ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഇനി പിറ്റേന്നാണ് നമുക്ക് ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കും. നേരെ വരും, വൈറ്റ് ബോർഡ് എടുക്കുന്നു. ഇപ്പം ഓൾറെഡി നമ്മൾ സേവ്ഡ് ആണല്ലോ പേജ്. എപ്പോൾ വൈറ്റ് ബോർഡ് ഇന്ററാക്റ്റീവ് പാനൽ ഓൺ ആക്കിയാലും ഫസ്റ്റ് ഫ്രഷ് മൂന്നാമത്തെ പേജ് എന്നാണ് പറഞ്ഞത്. നേരെ ഈ 3 ലൈൻ എടുക്കുന്നു,
ഓപ്പൺ എടുത്ത് കഴിഞ്ഞാൽ ഫയൽസിന്റെ നമ്മൾ ഓൾറെഡി സേവ്ഡ് ആണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 പേജും കാര്യങ്ങളും അതുപോലെ തന്നെ കിടക്കും. നമുക്കിതിലെ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ ഓൾറെഡി പെൻഡ്രൈവിലാക്കിയിട്ട് നമ്മളൊരു സ്ലൈഡ് കാണിക്കാന്ന് വിചാരിക്കും. അതിൽ എനിക്ക് സൈഡിൽ വൈറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പറ്റും. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വൈറ്റ് ബോർഡാണ്, ഞാൻ അങ്ങനെ തെറ്റിയിട്ടില്ല. അടുത്ത ഫംഗ്ഷനാണ് ഈ ഒരു പ്ലസിന്റെ ബട്ടൺ കിടപ്പില്ലേ, പ്ലസിന്റെ ബട്ടണിന്റെ നമുക്ക് ഇവിടെ കാണാം ഇമേജ് കിടപ്പുണ്ട്, വീഡിയോസ്, കാര്യങ്ങൾ, കോളംസ്, ഷേപ്സ്, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പം ഫയൽസിന്റെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടൺ ഇപ്പോൾ ഇമേജ് കാണിക്കണം, ഇമേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് വേണ്ടത് സെലക്ട് ചെയ്ത് ആ ഇമേജ് കാര്യങ്ങളൊന്ന് ഓപ്പൺ ആക്കി എടുക്കും. അത് നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ പോലെ, അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഇതാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടെ പ്ലേ ആയിരിക്കും. വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ കിടന്ന് വീഡിയോ പ്ലേ ആവും. ബാക്കി നമുക്ക് റൈറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിപ്പോൾ എന്താണെങ്കിലും PDF റീഡർ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും എന്താണെങ്കിലും അതിനുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് അത് മാത്രമേ പോകത്തുള്ളൂ, ആ ഒരു ഇമേജിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഫയൽസ് കാര്യങ്ങൾ ഓപ്പൺ ആക്കാറുണ്ട്, വീഡിയോസ് ഉണ്ട്, നെറ്റിൽ നിന്ന് ഡയറക്റ്റ് അതും ചെയ്യും. പിന്നെ HDMI വഴി ലാപ്ടോപ്പിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതും ഒരേ ടൈമിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്തെടുക്കേണ്ട OBS ഫ്രണ്ട് HDMI 1 View VJ. അപ്പോൾ ഏത് HDMI ആണ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിവിടെ ഒരു ബ്ലൂ കളറിൽ കാണിക്കും. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഒരു വിൻഡോ പോലെ കിടക്കും. അപ്പം ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന സെയിം ടൈമിൽ വിൻഡോസിലെ കാര്യം കാണിക്കണമല്ലേ, ഉബുണ്ടു കാണിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ OBS ഏതാണെന്നല്ല HDMI ഏതാണെന്ന് കണക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു വിൻഡോ പോലെ ഉണ്ട്. അപ്പം ഉബുണ്ടു യൂസ് ചെയ്യുമ്പോൾ അല്ല വിൻഡോസ് യൂസ് ചെയ്യുമ്പോഴും സെയിം വൈറ്റ് ബോർഡും കാര്യങ്ങളും റൈറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യും. ഈ വൈറ്റ് ബോർഡ് ഉപയോഗിക്കാം, ഉബുണ്ടുവിന്റെ സ്ക്രീൻ പോലെ ആ വിൻഡോയിൽ ഉപയോഗിക്കാൻ പറ്റും. ഉബുണ്ടു സ്ക്രീനിന് പകരം നമ്മൾ ഇതിൽ കാണുന്നുള്ളൂ. അതിവിടെ ഒരു വിൻഡോ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് റൈറ്റിംഗും ചെയ്യാം, ഉബുണ്ടുവിന്റെ കാര്യം കാണിച്ചു. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ USB എടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫയൽ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് അപ്പം തന്നെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് ബോർഡ് സൈഡിൽ വരണം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നോളൂ. PDF റീഡർ പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ കാര്യം പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്നില്ല, നേരെ ഈ 3 ലൈൻസിന്റെ ഓപ്പൺ തന്നെ ചെയ്യേണ്ടി വരും. അത് വേറെ ഫോർമാറ്റാണ്, മറ്റേത് ഇമേജ് വീഡിയോ അങ്ങനെയുള്ള ഫോർമാറ്റിലാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ഈ PDF കാര്യങ്ങൾ ഓപ്പണായിട്ട് വന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കോളംസ് കാര്യങ്ങളാണ് വരുന്നത്, ടേബിൾസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും കണ്ടില്ല, ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടേബിൾസും കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കും. ഇപ്പം ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾ സെലക്ട് ആ ഇത്ര എണ്ണത്തിന് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിന് ഇത്രയും നമുക്ക് പോരാ, ഫുള്ള് സ്ക്രീനും കാര്യങ്ങളും വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ക്രീനിൽ വേണമെന്നാണ് കോളംസും റോസും കൂടുതൽ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ജസ്റ്റ് സൂം ചെയ്യുക. അപ്പോൾ പെന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, 2 ഫിംഗർ തന്നെ യൂസ് ചെയ്യണം. സൂമും കാര്യങ്ങൾ എത്രത്തോളം വേണമെന്നുള്ളത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കോളംസും റോസും ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു വൈറ്റ് വിൻഡോ കിടക്കുന്നത്, അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും മുകളിലോട്ടാണോ താഴത്തോട്ടാണോ റോ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു മിസ്സായി, നമ്മളൊരു കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്പർ അനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നമ്പർ മിസ്സായി, ബാക്കി എല്ലാം ഫില്ല് ചെയ്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം മുകളിലോട്ടാണെല്ലാം വരുന്നത്, ഒരു 6 കഴിഞ്ഞിട്ട് നേരെ 8 എഴുതി പോയി ഇൻസെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോളംസ് അവിടെ റോ അവിടെ ആടായി അതങ്ങ് ഫില്ല് ചെയ്ത്. അതുപോലെ തന്നെ ഇങ്ങോട്ടും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആണോ കോളംസ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് അത് ചെയ്യാം. ഈ കോളം എടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്യണമെങ്കിലോ ട്രൈ ചെയ്താൽ മതി. സൈസ് ഓട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് അതൊന്നാണ്. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുത്തതിന് ശേഷം ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ, എഴുതന്നെ വേണം. റൈറ്റിംഗ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റൂളറും കാര്യങ്ങളുമാണ്. റൂളറിനുള്ള സ്കെയിൽ വരുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ എക്സ്റ്റെൻഡിങ് കാര്യങ്ങൾ ചെയ്ത് എടുക്കാം. ഇവിടെ നമുക്ക് കാര്യം വെച്ച് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സാധ്യതയുണ്ട് ഇത് ചിലപ്പം
ഇത് ക്ലോസ് ആയി പോകും. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഈ ഒരു സ്കെയിലും കാര്യങ്ങളും ഈ ഒരു പേജിൽ അതുപോലെ തന്നെയാണ്. 50 പേജ് എടുത്താലും 100 പേജ് എടുത്താലും സ്കെയില് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ കിടക്കും. അപ്പം ഓരോ ഉപയോഗം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും വരച്ചാൽ വര വർക്ക് വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുത്തിട്ട് ജസ്റ്റ് സ്കെയിലിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ കാണാം. ഇപ്പം ഇഞ്ച് വൈസ് പോകുന്നുണ്ട്, എൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലായിട്ട് എത്ര ഇഞ്ചാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ ആണെങ്കിലും എത്ര സെൻറ്റിയാണെന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ സ്കെയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കുകയോ വയ്ക്കുകയോ ഇത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരുപാട് എഴുതി കഴിയുമ്പോൾ കാര്യം ഞാൻ പറഞ്ഞത്, ഒരുപാട് എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കെയില് ക്ലോസ് ചെയ്ത് തന്നെ കൊണ്ടോ അടുത്ത പേരിലോട്ട് വരും. ചിലപ്പോൾ അത് പോയെന്ന് വരത്തില്ല, അത് അതുപോലെ തന്നെ കിടക്കും. ഇതിന് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ബാക്കി പ്രൊട്രാക്ടർ കാര്യങ്ങൾ ഡിവൈഡർ അയക്കാൻ പ്രൊട്രാക്ടർ എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യമാണ്. ഇതിൻ്റെ അത് മാർക്കിംഗ് ഇങ്ങനത്തെ നമുക്കൊരു ആംഗിൾ വേണം. നേരെ ഈ ഒരു ബ്ലൂ കളർ ഒരു പോയിന്റ് വേണം. ഇതിൽ ടച്ച് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് 50 ഡിഗ്രി ആംഗിൾ വേണമെന്നാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യും. അതിനുശേഷം ഇപ്പം ലൈൻ മാത്രമായിട്ടാണ് ആംഗിൾ വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആംഗിൾ 50 ഡിഗ്രി ആംഗിൾ അതുപോലെ അവിടെ നിന്നുണ്ട്. ഇനിയിപ്പം ടോപ്പ് മാത്രം മതി, മുകളിലെ കർവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാത്രം വരും. ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും 50 ഡിഗ്രി ആംഗിൾ തന്നെയായിരിക്കും വരുന്നത്. ഇത് ഫുള്ള് കളറാണെന്നുണ്ടെങ്കിൽ നേരെ ഇതുപോലെ തന്നെ ഫുൾ കളറും കാര്യങ്ങളും കിടക്കും. ഏത് എടുക്കണമെന്നാണെങ്കിലും ഈ ഒരു പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ കിട്ടത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് നേരെ വന്നേ കൊടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റമൊന്നും വരത്തില്ല. കൊടുത്തു നന്നായിട്ട് തന്നെ മാനുവലി ചെയ്ത കുറച്ച് കാര്യമാണ് ഈ ഒരു കാര്യം. പിന്നെ HDMI പറഞ്ഞത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട് അല്ലേ? ഇതിൻ്റെ അതിപ്പോൾ നമുക്ക് ഇത്രയും മാത്രമേ കൊളപ്സും റൂസും പറഞ്ഞു. അതും ആഡ് ചെയ്തെങ്കിൽ കാര്യം പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സൈസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോളത്തിന് ഉള്ളിൽ ടച്ച് ചെയ്യണം. വേറെ എവിടെയും ടച്ച് ചെയ്ത് കോളത്തിന് കുറച്ച് ദിവസത്തേക്ക് ഈ പാനൽ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇത് കാണും. കാരണം അപ്ഡേഷൻ നടക്കും. നെറ്റ് കണക്കിലായതുകൊണ്ട് ഓപ്ഡേഷൻ നടക്കും. അപ്പോൾ ചെറിയൊരു പൊട്ടിക്കൊരു ചെറിയ ലാബിംഗ് ആണ് ചാൻസ്. ആകെ റൈറ്റിംഗ് കൂടെ ഉപയോഗിക്കും മാത്രം ലോഡിംഗ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ആക്ച്വലി ഒന്ന് യൂസ്ഡായി വരുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം കാര്യങ്ങൾ മാറിക്കൊള്ളും. അപ്പോൾ ഇതിൻ്റെ കോളംസ് അടുത്ത ഇത് ആഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ സെലക്ടിൻ്റെ ഓപ്ഷൻ എടുക്കുക. നേരെ ഉള്ളിൽ ടച്ച് ചെയ്യുക. ഉള്ളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വരുന്നത് താഴത്തോട്ടോ മുകളിലോട്ടോ എങ്ങോട്ട് വേണമെന്ന് ആഡ് ചെയ്ത് പോകാം. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും കിടക്കും. നമ്മളിതിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഉള്ള ഭാഗത്ത് തന്നെ എക്സിറ്റ് ചെയ്ത് പോകും. അത് ഏത് രീതിക്ക് എഴുതിയാലും പറഞ്ഞു. അപ്പോൾ ഇനി ഒന്ന് ഇറേസർ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളം ബാക്കിൽ ആഡ് ചെയ്യുന്നു. സെലക്ട് എടുക്കുന്നു, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സെലക്ട് എടുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാനായിട്ട്. അപ്പ് ആൻഡ് റൈറ്റ് കാണുന്നത് നമ്മളാരും മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് അപ്പം നോക്കി അതിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് കൂടിക്കൊണ്ടിരിക്കും അറിയാനായിട്ട്. സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ ബാക്കിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞു. പിന്നെ വരുന്നതൊരു ഇവിടെ WPS ഓഫീസ്
കിടക്കും. PDF ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടിരുന്നതാണ്. PDF ഇതുപോലെ ഈ ഒരു സൈസിൽ ഇവിടെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് വേണ്ടത് ഇവിടെ എഴുതി കൊടുക്കാം. ഇതാണ് ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതിന് സ്ക്രീനിൻ്റെ ഒരു 3/4 ഭാഗത്തോളം പോകും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് റൈറ്റിങ്ങിന് ഒരു ലിമിറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ സൈസ് ഇട്ടതിന് ചെയ്താൽ മതി. PDF-ൻ്റെ ഓപ്ഷൻ അത് 6ാമത്തെ ഓപ്ഷനാണ് ഈ പ്രസിൻ്റെ അത് വരുന്നത്. പിന്നെ പറഞ്ഞ വീഡിയോ ആദ്യം ഒരു ഇമേജ് എടുത്ത് കാണിച്ചില്ലേ ഫയൽസിൽ, അതുപോലെ തന്നെ വീഡിയോ ഓപ്പൺ ആയിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇപ്പോൾ PDF ഇത് വന്ന പോലെ തന്നെ ചെറിയൊരു വീഡിയോ അവിടെ വന്ന് കിടക്കും. അതിനകത്താണ് പിന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. വീഡിയോ അവിടെ തന്നെ പ്ലേ ആയിരുന്നു. ചിലപ്പോൾ ഓട്ടോമാറ്റിക് പ്ലേ ആവും, അല്ലാതെ നമ്മൾ തന്നെ മാനുവലി പ്ലേ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വരുന്നത് നെറ്റ്വർക്കിൻ്റെതാണ്. നേരെ ബ്രൗസറിലോട്ട് പോയിട്ട് ഒന്ന് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിരുന്നത്. അതിനുശേഷം വന്നിരുന്നത് ബോട്ട് കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യം ഇല്ല, ജസ്റ്റ് ഒരു ബോട്ട്. പിന്നെ ടൈമർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ എന്തെങ്കിലും നടത്തുവാണെന്നുണ്ടെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യാം. ഒരു ടൈം സെറ്റ് ചെയ്തതിന് കറക്റ്റ് ആ ടൈം ഉണ്ടെങ്കിൽ അടിച്ചു. പിന്നെ ഇവിടെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ പാനൽ മൾട്ടി ടച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ മൾട്ടി ടച്ചിൻ്റെ ഫംഗ്ഷനും കിടപ്പുണ്ട്. നേരെ സൂം ഇന്നോ ഔട്ടും കൊടുക്കാം. അത് നമ്മൾ ഇടുന്നതിനനുസരിച്ചാണ് കിടക്കുന്നത്. ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈൻ വെച്ച് സൂമിലാണ് കിടക്കുന്നത്. ആ ടൈമിൽ നമുക്ക് വേറെ ഒന്നും വരത്തില്ല, മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവും. മൾട്ടി ടച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ 2 ഫിംഗർ ടച്ച് വരുന്നുണ്ടെങ്കിൽ ഒരേ ടൈമിൽ ഇത്രയും പോയിന്റ്സ്, ഇത്രയല്ല 20 പോയിന്റ് ഒരേ ടൈമിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സൂം ഇന്നോറോട്ട് കിടന്നു കഴിഞ്ഞാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. ഞാൻ പറയുന്നത് സെയിം ഈ ചുരിദാറിൻ്റെയൊക്കെ കൊള്ളുന്നതിൻ്റെ പ്രശ്നം കണ്ടിൻ്റെ അതും കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലോട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ മൂവ് ചെയ്ത് പോകണം. ഞാൻ കാരണം പെന്നും സ്ക്രീൻ തമ്മിലൊന്നും ടച്ചാണ്, സോഫ്റ്റ് ടച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. 30-300 പെർസെൻറ്റേജ് വരെ നമുക്ക് സൂമിനും ഔട്ടും ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അത് ടച്ചിൻ്റെ മാത്രം. അതൊന്നും നോക്കിയാൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊന്നും. പിന്നെ സ്റ്റാൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കിട്ടിയാലായിരുന്നെങ്കിൽ കറക്റ്റ് പറയും ഒരു ഡിസ്റ്റൻസ് മെയിൻലി കിട്ടിയത്. നമ്മൾ സ്റ്റാൻഡായപ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ കൊണ്ട് കുഴപ്പമില്ല, മുട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളും വരുന്നുണ്ട്. 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നത്. ഇത്രയും ഭാഗം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കണ്ടന്റ് എഴുതി ഓരോന്നും ഓരോ കളറിൽ നമുക്കിവിടെ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല, അല്ല അതുപോലെ തന്നെ തിരിച്ചു പെട്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കണക്ക് എഴുതി ഇക്വേഷൻ എഴുതി അതിൻ്റെ ആൻസർ എഴുതി അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീനും കാര്യങ്ങളൂടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു താഴത്തെ വിൻഡോയിൽ നമ്മളിവിടെ കൊടുത്തിരുന്നത്. പിന്നെ ഒരു 3 ലൈനാണ്. 3 ലൈൻ്റെ അത് നമ്മൾ ആദ്യം വ്യൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിൽ നമുക്ക് ഫ്രഷ് സ്റ്റാർട്ടിൽ തുടങ്ങാം. എപ്പോഴും ചോദിക്കും ഇത്രയും ചെയ്തോണ്ട് 12 പേജ് എടുത്തോണ്ട് സേവ് ചെയ്യണമെന്നിരിക്കും. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം, അല്ലാന്നുണ്ട് നോ സേവ് കൊടുക്കാം. പിന്നെ ഓപ്പൺ കാര്യങ്ങൾ ഫയൽസ് നമ്മൾ സേവ് ചെയ്തിപ്പം പെൻഡ്രൈവിൻ്റെ അത് സേവ് ചെയ്ത കുറേ എന്തെങ്കിലും കാണും. അത് ഈ പാനലിൻ്റെ അതുകൊണ്ട് കുത്തി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ സ്റ്റോറേജിലോട് സേവ് ചെയ്യണ്ട, ഒരു കണ്ടന്റ് കാര്യം ഇതിലോട്ട് സേവ് ചെയ്യണ്ട. പക്ഷെ നമുക്ക് ഡിവൈസിൻ്റെ അത് എന്താണ് സ്റ്റോറേജ് ഡിവൈസിൻ്റെ അത് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കാണിക്കുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് സേവ് ചെയ്യാൻ ചെയ്യുക അവിടെ ഓൾറെഡി കാണിക്കും. PC ആണ്, ലോക്കൽ സ്റ്റോറേജ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ USB ആണോ, അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് അതുപോലെ തന്നെ ഇവിടെ വന്നു. പിന്നെ സേവേഴ്സ് വരുന്നുണ്ട്. അപ്ലോഡ് ടു ക്ലൗഡ്, നെറ്റ് ഉണ്ടെന്ന് നമുക്ക് നേരെ ഒരു ഗൂഗിൾ ഡ്രൈവ് പോലെ അതിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നെ സ്കാനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ 4 ദിവസം കൊണ്ട് പഠിപ്പിച്ചു ഇപ്പോൾ കുറേ പിള്ളേർ 5-6 പേര് ആബ്സെൻ്റ് ആണ്, 5-6 പിള്ളേർ ആബ്സെൻ്റ് ആണ്. നമുക്ക് എന്താ ചെയ്യാം, വീണ്ടും അവർക്ക് വേണ്ടി മാത്രം ആ ഒരു ക്ലാസ് എടുക്കുന്ന അത്രത്തോളം പോസിബിൾ അല്ല. എന്നാൽ
ചാപ്റ്ററേ കംപ്ലീറ്റ് ചെയ്തു ഒറ്റ ദിവസം. അങ്ങനെ ഒരു ചെയ്തിട്ട് ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളും നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്കൗട്ടിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും വർക്ക് ചെയ്തു. വർക്കൗട്ട് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്തിരുന്ന 12 പേജ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഇമേജ് ആയിട്ട് വരും. നോട്ടെങ്കിൽ നോട്ട് എന്തോ ആയിക്കോട്ടെ, എന്ത് ചെയ്തു അത്രയും കാര്യങ്ങൾ ആ 12 പേജ് ഫുള്ള് ഇമേജ് ആയിട്ട് നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് എടുക്കുക. ഒരു 10 പേജ് മതി, 10 പേജ് വേണമെന്നാണെങ്കിൽ അതും സെലക്ട് ചെയ്ത് എടുത്ത് ആവശ്യക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അത് സേവ് ചെയ്ത് കൊടുക്കാം. അത് സ്കാനിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഇനി ഇത്ര ഈ സ്കാന് പിന്നെ ഇമെയിൽ കിടപ്പുണ്ട്. ഇമെയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയിലൂടെ നമ്മൾ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് ഇത്ര പേജും കാര്യങ്ങളും ആഡ് ചെയ്തത്. ഈ 3 ഫംഗ്ഷൻസ് അപ്ലോഡ് ടു ക്ലൗഡ്, സ്കാൻ, ഇമെയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്തായിട്ടും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ എന്തോ നെറ്റ് കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. പിന്നെ സെറ്റിങ്സ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും സേവ് ചെയ്യണോ വേണ്ടോ. ഇപ്പോൾ സേവ് ചെയ്യണം കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തന്നെ പോയിട്ടു. അതാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല, നമ്മളായിട്ട് തന്നെ ചെയ്ത് ആയിക്കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഇപ്പോൾ ഈ പേന പോലും കയ്യിൽ പഴങ്ങി വരാൻ നല്ല രീതിക്ക് സമയമുണ്ട്. കാരണം നോർമൽ പെന്നിൻ്റെ സൈസ് അല്ല ഇത് വരുന്നത്. അപ്പോൾ ഒരു രീതിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു രീതിക്ക് പെന്ന് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മൾട്ടി ടച്ചിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ നമ്മൾ നോർമൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് റൈറ്റിംഗ് സപ്പോർട്ടിനാണ് അത്ര താല്പര്യം. പക്ഷേ ആ രീതിക്ക് ബോർഡ് പിടിച്ച് കഴിഞ്ഞാൽ പല ഫംഗ്ഷൻസാണ്. എങ്ങനെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ തട്ടത്തില്ല, ഒന്നും തട്ടത്തില്ല. മാക്സിമം അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് വൈറ്റ് ബോർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന ട്രാൻസ്ക്രൈൻ വരുന്നത്. ട്രാൻസ്ക്രൈൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഫോണിൻ്റെ എന്നുള്ള നമുക്ക് എന്തെങ്കിലും സ്ക്രീൻ മിറർ ചെയ്ത് കാണിക്കണം. ഇതിലൊരു സേവ് ഒന്നും ചെയ്യേണ്ട. പക്ഷെ നമ്മുടെ ഫോണിലുള്ള കണ്ടന്റ് കാര്യങ്ങൾ സേവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ക്രൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു QR ഇപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യും. ട്രാൻസ്ക്രൈൻ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു QR കാര്യങ്ങളും വരുന്നത് നേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണിൻ്റെ അത് വേണം. അപ്പം ട്രാൻസ്ക്രൈൻ യൂസ് ചെയ്യുമ്പോഴത്തേനും മാക്സിമം ഇതിൻ്റെ വൈഫൈ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റും. കാരണം ഇത് ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ ഫോണിൽ ട്രാൻസ്ക്രൈൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലൊരു ഹോട്ട്സ്പോട്ട് ഐ ഡി ഉണ്ട്. ഈ IFPC 924 നമ്മൾ കണക്ട് ചെയ്യും. ഈ പാസ്വേഡ് 1 to 9 വരെ അടിച്ച് നമ്മൾ നമ്മുടെ വൈഫൈ ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. ആ ടൈമിൽ ഇതിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റും കാര്യങ്ങളും കിട്ടും. യൂസിങ്ങിന് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. അപ്പം വൈഫൈ ഒന്ന് ഓഫ് ആക്കിയിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണക്ട് ചെയ്തിരുന്ന വൈഫൈയുടെ കാണിക്കുക കേൾക്കുമ്പോഴാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നെന്നുണ്ടെങ്കിൽ 2 സെയിം നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ അതുവഴി അതൊക്കെ പാനൽ ത്രൂ വരുമ്പോഴത്തേനും അതിൻ്റെ ചെറിയൊരു ലാഗ് കാര്യങ്ങളും വരുന്നത്. അപ്പം വൈഫൈ ഒന്ന് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം കുഴപ്പമില്ല. കാരണം ആക്ടിവേറ്റ് ആയിട്ട് വന്നത് എന്നിട്ട് ഇതാണ് ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ കാര്യം എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഈ പാനലിലോട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ID കാണിക്കും. കണക്റ്റഡ് ചെയ്ത് എത്ര ഡിവൈസ് കണക്റ്റഡ് ആണോ അത്രയും ഡിവൈസിൻ്റെ ID കാര്യങ്ങളും ഫോണിലോട്ട് കാണിക്കും. ട്രാൻസ്ക്രീൻ ഇതിൻ്റെ ഒരു പിന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് സക്സസ്ഫുൾ ആയി. ഈ പാനലുമായിട്ട് എൻ്റെ ഫോൺ കണക്റ്റഡ് ഉണ്ട്. അവിടെ അങ്ങോട്ടൊന്നും ഇപ്പോൾ വരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പെർമിഷനും കാര്യങ്ങളും കൊടുക്കണം. ഇവിടെ സ്റ്റാർട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫോണിലും വരത്തില്ല, ചില ഫോണിൽ വരും. കാരണം അപ്ഡേഷൻ കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് അപ്ഡേഷൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ വരും. സിംഗിൾ സ്ക്രീനും വരുന്നുണ്ട്, ഡ്യുവൽ സ്ക്രീൻ എൻ്റെ ആപ്പും വരുന്നുണ്ട്. അപ്പം സിംഗിൾ ആപ്പ് വേണ്ട, നേരെ എടുത്ത് എൻ്റെ സ്ക്രീൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ അതുപോലെ തന്നെ അവിടെ വന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് പറഞ്ഞാൽ ഫോണിൻ്റെ അകത്തുള്ളത് ഇതുപോലെ തന്നെ, പക്ഷേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും ഇതുപോലെ. ഇപ്പം ഇതല്ല, അല്ലാണ്ട് നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ പ്ലേ ചെയ്യണം. നമുക്കിപ്പം ഓൾറെഡി കണക്റ്റഡ് ആണ്, അവിടെ അറിയാനായിട്ട് പറ്റും.
എത്ര ഡിവൈസ് വേണമെങ്കിലും 10 എണ്ണം ഒരേ ടൈമിൽ ഡിവൈസ് കണക്ട് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ കാണാം. എൻ്റെ ഫോൺ കണക്ട് ആയിട്ട് ഇവിടെ കാണാം. ഏതൊക്കെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടോ അത്ര ഡിവൈസിൻ്റെ ഐ ഡി ഇവിടെ കാണിക്കും. അതിനനുസരിച്ച് സ്വിച്ച് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഇനി അത് ലോക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ സ്റ്റാർട്ട് കാസ്റ്റിംഗ് കൊടുത്തപ്പോഴാണ് എൻ്റെ സ്ക്രീൻ അതിലോട്ട് വന്നത്. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസ് കിടപ്പുണ്ട്, ഓഡിയോ വീഡിയോ കിടപ്പുണ്ട്. ഏതാണോ വേണ്ടത് ജസ്റ്റ് ഇപ്പോൾ ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോട്ട് വരത്തില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാം, ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്ത് കൊടുക്കാം. പിന്നെ PDF കാര്യങ്ങൾ സെയിം ആയിട്ട് പോലെ തന്നെ PDF ഇതുപോലെ ഇവിടുന്ന് ഫോണിൻ്റെ അകത്തുള്ള PDF അതിൻ്റെ തൊട്ട് ഓപ്പൺ ചെയ്ത് ഷെയറിങ് ഇല്ല, ഓപ്പൺ ആയിട്ട് ചെയ്ത് ഇടുക. പിന്നെ റിമോട്ട് പാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സെപ്പറേറ്റ് റിമോട്ട് ഉണ്ട്. അല്ലാണ്ട് ആപ്പായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതേ ആപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന മൗസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും. കാരണം ഒരു സ്ക്രീനിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ചൂണ്ടി അപ്പുറത്ത് സൈസ് തന്നെയല്ലേ കിട്ടുള്ളൂ, ഫോണിന്റെ സൈസ് തന്നെയല്ലേ കിട്ടുള്ളൂ. കാസ്റ്റിംഗ് ആ കാസ്റ്റിങ്ങിന്റെ ടൈമിൽ ഫോൺ ചെയ്തില്ലേ, അപ്പോൾ അത് ആ സൈസ് തന്നെയല്ലേ കിട്ടുള്ളൂ. സ്ക്രീൻ റൊട്ടേഷൻ റൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ഫുള്ള് കിട്ടിക്കണം. പക്ഷെ അത് എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ കാര്യമില്ല. എനിക്ക് തോന്നുന്നു OnePlus ഉണ്ടെങ്കിൽ OnePlus-ൽ കിട്ടത്തില്ല. ആപ്പ് ഓപ്പണായി കിട്ടും, പക്ഷേ ഇതുപോലെ റൊട്ടേഷനോ കാര്യങ്ങളോ വരത്തില്ല. പിന്നെ ചെറിയൊരു കളർ വ്യത്യാസവും കാര്യം ആപ്പിനായിട്ട് ഫുള്ള് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ കാസ്റ്റിംഗ് ആണ്, നേരെ എൻഡ് ചെയ്തു. പിന്നെ ഓരോ തവണ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരെ റീസെൻ്റ് ആപ്സിനെ തോണ്ടിക്കളയാൻ നിൽക്കരുത്, ആപ്പ് ക്ലിയർ ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു സൈഡിലൊരു ടച്ചിൻ്റെ പവറിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ടച്ച് ചെയ്ത് പ്രോപ്പർ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഞാൻ പറയാം, ഇപ്പം നമ്മൾ എൻ്റെ ഫോൺ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക, നേരെ ഞാൻ റീസെൻ്റ് ആപ്സിൽ നിന്ന് എടുത്ത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പാനലൊരു 5-6 മിനിറ്റത്തേക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത്, കാരണം ഒരു വർക്കിംഗ് നടന്നതിനടുത്ത് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ സപ്പോർട്ടിങ് ഓപ്പോസിറ്റുള്ള ഡിവൈസ് ക്ലോസ് ചെയ്തു. അങ്ങനെ ചെയ്ത് അവിടെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റത്തേക്ക് എന്തായാലും ഇത് ലാഗടിച്ച് നിൽക്കും. അത്രയും മാത്രം. പിന്നെ ഓരോ രണ്ട് സ്ഥലത്തായതൊരു കുഴപ്പമില്ല. അടുത്തടുത്ത് എപ്പോഴും വരുവാണെന്നുണ്ടെങ്കിൽ നോക്കണം. ഒരു പാനൽ ഐ ഡി ഏതാണെന്ന് നോക്കിയെങ്കിൽ മാത്രമേ, ഇൻ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രാൻസ്ഫർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാനൽ ഐ ഡി നോക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ആക്സസ് ചെയ്യുന്ന ചിലപ്പോൾ അപ്പുറത്തെ പാനലിലോട്ടായിരിക്കും പോരുന്നത്. അടുത്തടുത്ത ക്ലാസ് റൂം ആണെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് ഐഡീസും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ വരുന്ന WPS ഈ വീഡിയോ പ്ലേ നടക്കുന്ന തന്നെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ ചോദിച്ചു പറഞ്ഞോ. സ്പ്ലിറ്റിങ്ങിനൊക്കെ നല്ല വൈറ്റ് ബോർഡ് എടുത്തിട്ടേ വൈറ്റ് ബോർഡ് എടുത്ത് വയ്ക്കുക. വൈറ്റ് ബോർഡ് എടുത്തിട്ട് ഈ ഒരു പ്ലസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാം. ഫയൽസിൻ്റെ അകത്തുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അല്ലെ പെൻഡ്രൈവിൻ്റെ അകത്തുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ പോലെ യൂട്യൂബ് നോക്കാൻ പറ്റും. യൂട്യൂബ് തുറക്കാം. ഞാൻ ഇവിടെ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഫംഗ്ഷൻ കിടക്കുന്നു, അവിടെ നേരെ സെർച്ച് ചെയ്തിട്ട് ഈ ഹോട്ട്സ്പോട്ട് കണക്ഷൻ നമ്മുടെ ഫോണായിട്ടുള്ളത് ഇതിൽ തന്നെ എടുക്കും. ഈ സൈഡിലെ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ കൺട്രോൾ പാനലാണ്. ഫോണിന്റെ പോലെ ഫോണിന്റെ ഫോണിന്നുള്ളത് കണക്ട് അല്ല ഇതിലോട്ട് സേവ് ചെയ്യണം. അങ്ങനെയല്ലേ ഫോണിന്റെ അത്ര കണ്ടന്റ് ഇതിന്റെ അകത്തോട്ട് കിട്ടണം. അല്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്യണോ? സേവ് ചെയ്യണം. അപ്പൊ ട്രാൻസ്ഫറിംഗ് ഈ ഒരാൾക്ക് കാണിച്ചില്ലേ ഇതിന്റെ അതിലൂടെ കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണിന്റെ അകത്തുള്ളത് അത് ഫോണിൽ തന്നെ ഇടവും. പക്ഷെ ആ ടൈമിൽ നമുക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ വൈറ്റ് ബോർഡിൽ അനോട്ടേഷൻ വേണം യൂസ് ചെയ്യാം.
ഏത് യൂസ് ചെയ്യുന്നു? ഈ ഒരു പെണ്ണില്ലേ ആ ഇത് യൂസ് ചെയ്യാം. അത്ര വേണം. വീഡിയോ അവിടെ പ്ലേ ചെയ്തു. ആ ഇത് അതായത് വൈറ്റ് ബോർഡായിട്ട് വരില്ല, അവിടെ നമുക്ക് ആ വേണമെങ്കിൽ വീഡിയോയുടെ മുകളിൽ സംതിങ് വേറെ ആപ്പാണ്. അതിന്റെ അല്ലാണ്ട് വേറെ എഴുതാൻ പറ്റില്ല. പക്ഷേ USB ഫയലിൽ നമുക്ക് പറ്റും. സ്ക്രീൻ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോ ബോർഡ് വെക്കില്ലോ ഇങ്ങനെ എഴുതാനായിട്ട് അത് പറ്റും. ബോർഡായിട്ട് വരത്തില്ല. അല്ല, white board ഇല്ല. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ പറ്റും. white board ഒന്ന് നോക്കൂ. വൈറ്റ് ബോർഡിൽ നമുക്ക് റൈറ്റ് White board ല് ഞാൻ ചെയ്യണം. പെൻഡ്രൈവ് എടുത്തുകൊണ്ട് ഇനി വരില്ല. ഞാൻ പ്ലസ് കുത്തിയിട്ട് ഇന്റർനെറ്റില് യൂട്യൂബിൽ പോയിട്ട് ഒരു വീഡിയോ ഞാൻ എടുക്കാം. പെൻഡ്രൈവ് എടുത്തുകൊണ്ട് വരാം, എടുത്തിട്ട് വരാം. ഞാൻ ആദ്യം പോയി ഇതിന്റെ നെറ്റ് ഏതാ കണക്ട് ചെയ്തേക്കണേ? കേൾക്കണം. കേൾക്കാൻ നമുക്ക് കണക്കായില്ലേ? പാസ്വേഡ് ഇത് ഏതെങ്കിലും വീഡിയോ എന്നുള്ളത് എടുത്തോളൂ. ഇതാണ് അവിടെ തന്നെ വീഡിയോ. അതേതാ വീഡിയോ ഓൾഡ്. ഇനി അതിന്റെ ഏതെങ്കിലും ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്തു. ഇനി ആ സമയത്ത് നമുക്ക് കോളും ചോദിച്ചു. അത് പറ്റും. അച്ഛൻ പറഞ്ഞത് ഫോണിലത്തെ വീഡിയോ ഷെയർ ചെയ്തു. ആ സമയത്ത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള സിസ്റ്റം അതാണ് അച്ഛൻ ചോദിച്ചത്. ആ സമയത്ത് എഴുതാൻ പറ്റും. ആ സമയത്ത് ഇതാണ് Yes. സ്ക്രീൻ ഷെയറിംഗ് 现在读一点注意的人几乎没有人做完所有的事情，但是他的学习曲线太高，离广大人民群众有点远。例子是类似 എങ്ങനെയാ അത് ക്ലോസ് ചെയ്യുന്നത്? ഇതോ ഇവിടെ ഉണ്ട്. ആ ഇനി ഞാൻ പ്ലസ് എന്ന് കൊടുത്തിട്ട് അതില് അച്ഛൻ പറഞ്ഞ നിങ്ങളായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞു ചെയ്തപ്പോൾ മനസ്സിലാവുന്നുണ്ട് ചെയ്യും. ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ക്ലാസ് ചെയ്ത സാധനം കിട്ടാൻ ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അത് സാറിന്റെ ഞങ്ങളുടെ വീഡിയോ വീഡിയോ എടുത്തപ്പോൾ കിട്ടി. പെൻ ഡ്രൈവില് വീഡിയോ പിന്നെ പഴയ മോഡിൽ പോകാനായിട്ട് ഡെസ്ക്ടോപ്പ് ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ് ഫോം ലാസ്റ്റത്തെ ഓപ്ഷൻ സോഴ്സ് ആണ്. HDMI കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നീല കളർ കിട്ടും. അത് വേണ്ട. അച്ഛൻ വെച്ചതില് വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ സമയത്ത് ബോർഡ് ഇല്ല, അത് മറ്റത് മാത്രമേ വീഡിയോ ഫ്രണ്ടിൽ രണ്ടെണ്ണമുണ്ട്, ബാക്കിൽ ഒരു 3 USB പോർട്ടും കാര്യങ്ങളും. ഇതാകെ ഒരു ബാൻഡിൽ വരുമ്പോഴത്തേന് പക്ഷേ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി ഒരേ ടൈമില്. കാരണം എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന അല്ല അവിടെ അങ്ങനെ കണ്ടന്റ് വരത്തില്ല. ഒന്ന് ഫയൽസ് വീഡിയോ ചെയ്യും. അതിൽ ഏതുകൊണ്ട് കൊടുക്കാം. ഇമേജ് ആണോ ഇമേജ് വരും. ലോക്കൽ ഇതിപ്പോ തന്റെ ഇതാണ് കാണുന്നത്. ഇമേജസ് മാത്രമേ വീഡിയോ വേണ്ടേ? പവർ പോയിന്റ് പ്രസന്റേഷൻ ഈ വഴി കൂടെ പോയി കിട്ടില്ല. ഇതിലിപ്പോ പിക്ചർ മാത്രം ഇപ്പൊ കണ്ടു. ഇനി പിക്ചർ വേണ്ടതല്ലേ ബാക്ക് എങ്ങനെയായിരിക്കും? ബാക്ക് ഇനി പ്ലസ് എടുത്തു. ടീച്ചർക്ക് വീഡിയോ വേണ്ടല്ലേ? ഫയലിൽ മൊത്തം PDF എടുത്തു കഴിഞ്ഞാല് PDF മാത്രമേ ചില സമയത്ത് അതല്ല നമ്മൾ അതെന്ത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തെടുക്കാൻ ഓപ്ഷൻ കാണിക്കില്ല. ആ ചെറിയ വിൻഡോ ആയിരുന്നു. എന്ത് ചെയ്യാൻ ഓൾറെഡി ഹോമിൽ ചെന്നിട്ട് സമയത്ത് ഹോമിൽ ചെന്നിട്ട് ഈ WBSനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കില്ല. അത് കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിട്ടിപ്പോകും. അത് ഇവിടെ ഫാൻസിന്റെ പിന്നെ ഏതാ കണ്ടത്? പെൻഡ്രൈവ്
പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പെൻഡ്രൈവ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അല്ല അത് PDF മാത്രമല്ല, ഡോക്ടർ മാത്രമല്ല. പെൻഡ്രൈവിന്റെ ലോഗ് മാത്രമേ. ഓക്കെ ഓക്കെ. ഇതിലെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പെൻഡ്രൈവ് നോക്കാൻ പറയാം. ഇനി കൺവേർട്ട് ചെയ്യുന്നു. അത് മ്യൂസിക്കില്ല ഓൾവേസ് ഫുൾ എല്ലാം തന്നെ. അപ്പോൾ പേപ്പർ വന്നു. അല്ല അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അത് ഫോർമാറ്റ് ചാണകം അല്ല, question paper പോയാ? അതും കൂടെ edit ചെയ്ത് കളഞ്ഞു. QP അല്ല, അല്ല, ഇത് വേറെ. അല്ല PDF ഫോർമാറ്റ് ആണോ? ആ, ഞാൻ ആ ബാങ്ക് ഓഫ് ബറോഡയിൽ കൊണ്ടുപോട്ടെ. സെക്രട്ടറിയൽ പറഞ്ഞല്ലേ. ടീച്ചേഴ്സ് ട്രെയിനിങ് സെക്കൻഡ് ഇയർ മോഡൽ ഇത് അല്ല ഇത് PPT ആവില്ലേ? എനിക്ക് ഇതിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം. ഞാൻ ഇതിലെ എന്തെങ്കിലും അഡീഷണൽ എഴുതണമെങ്കിൽ വൈറ്റ് ബോർഡിലോട്ട് പോകേണ്ട കാര്യമില്ല. മുകളിലത്തെ പാനൽ ഇത് ആപ്പിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിലാണ് വ്യൂ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. ഗോജ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ ഡയറക്റ്റ് പോകും. ഒരു ഇപ്പൊ മീൻസ് എനിക്കൊരു 10ാമത്തെ പേജ് പറഞ്ഞു നമുക്ക് ഇത്രയും വരും. അടുത്ത പേര് വേറെ പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ പറയുന്ന നേരത്ത് ഗോജ് വിട്ട് കഴിഞ്ഞാൽ എത്ര പേജ് 42 പേജ് 40 ഓക്കെ അടിച്ച് 41ാമത്തെ പേജിലോട്ട് 5 ആടി പോകും. ശരിക്കും പറഞ്ഞാൽ 41 പേജിലോട്ട് കമ്പനിയിൽ വെച്ച് അത് ഫൈൻഡ് ചെയ്യാം. ഡയറക്റ്റ് ഫൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് ഏതാണോ അത് അടിച്ചു കൊടുക്കുക അതും കിട്ടും. അങ്ങനെ അത് ഈ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂമിങ് എന്ത് പരിപാടി നടക്കും, എന്ത് കട്ടാനും കാണിക്കാം. ഇനി വരുന്ന അനോട്ടേഷനിൽ പക്ഷെ ആ ടൈമിൽ സൂമിങ് ഒന്നും നടക്കില്ല. വേണ്ട, പക്ഷേ വിട്ടുകൂട്ടാൻ പറ്റില്ല. അത് ചെയ്യാൻ പറഞ്ഞു നമ്മളുടെ ക്യാമറ ഇതാണ് എന്നിട്ട് ഇനി അത് സേവ് ചെയ്യണം. സേവ് അതിലൊരു കാണണ്ട. ഇവിടെ ഉണ്ടോ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇറേസർ ഇപ്പം ഇത് വേണ്ട, എന്ത് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അതും കിടപ്പുണ്ട്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് സ്ക്രീനിൽ ഇങ്ങനെ കിടക്കും അല്ലേ? ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ചോദിക്കും. സേവ് ചെയ്യണം, സേവ് ചെയ്യാം. സേവ് ചെയ്യണമെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ആയി. അതാണ് സ്ക്രീനിൽ ഇത് കിടക്കും. ഇത് PDF-ലാണ് അത് അത് സംബന്ധിച്ച് അതിപ്പോ വേറെ പൈസ എടുത്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോ ടച്ച് ചെയ്ത് കളിക്കുന്നത് ഇതിനത് പറ്റത്തില്ല. ഇത് സെലക്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക, മൂവ് ചെയ്ത് അങ്ങനെയുള്ള ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഓരോ സെക്കൻഡിൽ നമ്മൾ വരയ്ക്കുന്നത് ആണെങ്കിലും ഒരുമിച്ച് സെലക്ട് ചെയ്ത പോകില്ല. ഇവിടെ ഒരു വര വരച്ചു, അവിടെ ക്ലിയർ ഉണ്ടാവും. നമ്മൾ കുറേ ഇതിലെഴുതി ഒക്കെ ചെയ്തു. സെലക്ട് ഓൾ അടിച്ചിട്ട് റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ താൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അത് ഈ വട്ടിട്ടു, പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അതായത് ഇതിന്റെ ഒരെണ്ണം ഇട്ടു, ഇതിന്റെ ഒരെണ്ണം ഇട്ടു. ഇതൊക്കെ ആ വട്ടം എന്താക്കിയാൽ മതി. പരമാവധി ഉൾക്കൊള്ളിക്കാൻ മതി. അത് വാങ്ങിയത് വലിച്ച് ചെയ്തിട്ടാണ്. പിന്നെ അത് ഓരോന്നിനും അതെ PDF-ന്റെ അങ്ങനെ വരത്തില്ല. സ്പീഡ് വലിയ
ഇത്രയും ഡൗട്ട് ഉള്ള ടീച്ചേഴ്സ് സാധ്യത അല്ല, ഇത് ഇത് യൂസ് ചോദിച്ചിട്ടില്ല. കാരണം കൂടുതലും PDF ആണെന്ന് എഴുതാൻ നോക്കാം, എഴുതും. അല്ല പക്ഷേ എടുക്കുമ്പോഴേ ഇറേസറെ തന്നെ മാക്സിമം കളയുവാണ് ഇത് ഇറേസറിനെ നല്ലത് നമുക്ക് എടുക്കാം. അല്ല നല്ലത് സെലക്ഷൻ പോവാണെങ്കിൽ ഓരോ തവണ നമ്മൾ തെറ്റിക്കണം. വേണ്ട വരച്ചു ഇനി റേസർ എടുത്തു ഒറ്റ വര വരച്ചെല്ലാം പോയി അതെ, ഇത് നമ്മളിപ്പോ ഇനി വേറെ സ്ഥലത്തേക്ക് ഇവിടെ നമ്മളെ കയ്യിൽ വെക്കണതല്ലേ? പാനലിലോട്ട് വെക്കണ്ട, പാനലിലോട്ട് പെന്ന് വെച്ച് കൊടുക്കുക. മാഗ്നറ്റാണ്. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സാധനം തന്നെ വേണമെന്നുണ്ടോ? മെറ്റാലിക്കിന്റെ നമ്മുടെ സ്റ്റൈൽ അതല്ല, മൊബൈലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ സ്പെന്നല്ലേ? ഡിറ്റക്ട് ചെയ്യാൻ ചാൻസ് നോക്കിയാലോ? അതെ എടുക്കുമല്ലോ. ബാറ്ററി മറ്റേത് മാഗ്നിഫൈഡ് ഇതിന്റെ മിസ്സിംഗ് വേറൊന്നും ഇപ്പൊ വ്യൂവിലാണ്. ഇവിടെ ഈ അനോട്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ അനോട്ടേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ പെണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് പെണ്ണിലെടുത്തത് എക്സിറ്റ് ചെയ്യുമ്പോഴേ പിന്നത്തേക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഇല്ല ചോദിക്കും. സേവ് ചെയ്യുമോ? സേവ് ചെയ്യണമെന്നെ ലോ കൊടുക്കും. അത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, കാരണം അത് മാഗ്നിഫൈഡ് ബാറ്ററി ഇവിടെ ചിലപ്പോൾ അല്ല അത് ഇതിന്റെ മാഗ്നറ്റിക് പവർ അവിടെ പഠിക്കത്തില്ല. അടിയിലാണ് വരുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇത് ആൻഡ്രോയിഡ് വിൻഡോസ് ഒന്നും ഇവിടെ അല്ല. അത് വന്ന് കിടക്കുക നമ്മൾ ഒരു വർക്കിംഗ് നടക്കലും പെട്ടെന്ന് കിടക്കുക. നേരെ ഫോം എടുക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് കിടക്കുക ടൈപ്പ് ചെയ്യുക, റൈറ്റിനോട് ടൈപ്പ് ചെയ്യുക, ഫോം അടിച്ച് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ റീസെന്റ് ആപ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടച്ച് അക്കൗണ്ട് പിന്നെ ഇത് നോർമൽ നമ്മുടെ ബാങ്കിലോട്ട് ടച്ച് ചെയ്താവുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ടച്ച് ചെയ്താവും. പക്ഷെ അത് മെറ്റീരിയൽ വരെ ആയിക്കോട്ടെ ആവും. പക്ഷെ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ച് ഒന്നും സെൻസർ വരില്ല അല്ലേ? നമ്മളവിടെ ചെയ്താൽ സെൻസർ തിരിച്ചു വരുന്ന എന്നോട് പറയുന്നത് അപ്പൊ അത് നേരത്തെ പാനലില് ഇതൊന്നും പരിപാടിയല്ലോ. അപ്പുറത്തൊരു സ്കൂളിൽ പിള്ളേര് കാണിച്ചിട്ടേ ഞങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഇതുപോലെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അത് വന്ന് നമ്മളായിട്ട് ചെയ്ത് നോക്കണല്ലേ. അവർക്ക് വേറെ
വരും. എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അല്ല നീ കാണുമ്പോൾ ടച്ചായി. ഞാൻ തൊട്ടില്ല, ആള് പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു. അല്ല, ഞാൻ മറ്റുള്ള വെയിറ്റ് വെച്ച് തൊടാണ്ടെങ്കിൽ നല്ലത്. അതിനകത്ത് കട്ടിയുള്ളതല്ല, ഞാൻ വളരെ soft ആയിട്ടൊരു സാധനം ഇതെന്റെ നിധിയാണ്. അല്ലേ? ആ പെണ്ണിന്റെ ആ നിപ്പ് പിടിച്ചു നോക്കാൻ ലാപ്ടോപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് വയർ വഴി കണക്ട് ചെയ്തൂടെ? അത് കഴിഞ്ഞ് അതിന്റെ ലാപ്ടോപ്പിന്റെ ബോർഡായിട്ടൊന്ന് മാറും. അത്ര ലാപ്ടോപ്പിന്റെ ബോർഡായിട്ട് മാറും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ആവും. ലാപ്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യണം ടൈമിൽ. ലാപ്ടോപ്പ് സ്ക്രീൻ മാത്രമേ വരത്തുള്ളൂ. ആ ടൈമിൽ അത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇതിലേക്ക് കീബോർഡ് കണക്ട് ചെയ്യാൻ പറ്റും. കീബോർഡ് നമ്മുടെ USB കീബോർഡ് സുഖം. എന്നിട്ട് ഇതിന്റെ ഒരു back work ഉണ്ട്. സേവ് ചെയ്ത് പെൻഡ്രൈവിലേക്ക് ആക്കാം. കീബോർഡ് മാത്രം മതി. സ്ക്രീനിന് പകരം നമ്മളതിന്റെ തൊട്ട് HDMI കേബിൾ ലാപ്ടോപ്പ് വഴി കണക്ട് ചെയ്തിട്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സ്ക്രീൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ ഈ ഒരു കേബിൾ ഉണ്ട്. ഈ ഒരു കേബിൾ ഇവിടെ ഞാനിപ്പോ വരാം, എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവരാം. ഈ ഒരു ഇലക്ട്രോണിക്സ് ഫിസിക്സിന്റെ വല്ല പറഞ്ഞു അത് വല്ല ഇലക്ട്രോണിക്സ് മാത്സ് പറഞ്ഞു. മാത്സ് എന്ന് ഞാൻ വരുന്നത് മാത്സ് ആയിരുന്നു. ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. അല്ലെങ്കിൽ ഫിസിക്സോ അങ്ങനത്തെ ആപ്പുകളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാക്സിന്റെ എന്ന് പറഞ്ഞാൽ മറ്റേ റൂളറും കാര്യങ്ങളും സ്കെയില് പിന്നെ ഷേപ്സ് പക്ഷെ വേറൊരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ചെയ്തു. സബ്സ്ക്രിപ്ഷൻ പക്ഷെ ആ സംഭവം അടിപൊളിയാണ്. അല്ല അത് മറ്റേ സീരീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അല്ല എല്ലാം അപ്പൊ അതിലെല്ലാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സെക്കൻഡ് വെയിറ്റ് കമ്പ്യൂട്ടറിന്റെ സബ്ജക്ട് റൈറ്റിംഗ് ബോർഡാണ് അതിന്റെ സകല ഫങ്ഷൻസ് അത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേനുണ്ട് അതൊക്കെ ഫോർമുലാസ് അത് വളരെ നന്നായിട്ട് തോന്നുന്നു. അല്ല അതിന് ആപ്പിനെന്താ ഡ്രോയിങ് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. പിന്നെ സ്ക്രീൻ ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട. ഞാനൊന്ന് കാണിച്ചേ. അത് തോണ്ടിയ വർക്ക് ചെയ്യും തോന്നുന്നില്ല, അത് നോക്കിയൊക്കെ പറ്റത്തില്ല. സാധ്യതയില്ല അല്ലേ? ഞാൻ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിന്റെ പോവേ വേണ്ടല്ലോ. ഇവിടെ മാറ്റിയാൽ ലാസ്റ്റ് നല്ല സുഖം. കണക്ട് ചെയ്ത പോലെ ഇല്ല അല്ലേ? അതായത് സമയത്ത് ഏതെങ്കിലും ക്ലാസ് പോയി പറഞ്ഞില്ലേ? ഒരു ചെറിയൊരു ഡിലേ ഉണ്ടല്ലോ. പാസ്വേഡ് വേണം. നോ സിഗ്നൽ അത് അങ്ങനെ വന്നു ക്യാൻസൽ ചെയ്യണം. അതുണ്ടെങ്കിൽ പവർ സിസ്റ്റം ഫുൾ ഷട്ട് ഡൗൺ ആയി പാനൽ ഷട്ട് ഡൗൺ ആയി വേറെ സോഴ്സ് ചെയ്ത് പോയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു സ്റ്റാൻഡ് ബൈ ബട്ടൺ കാര്യം പറഞ്ഞില്ലേ. ഇപ്പം സാറ് ചെയ്ത് സാറ് പറഞ്ഞോണ്ടിരിക്കാം. സാറിന് ശ്രദ്ധിക്കുന്നില്ല, സ്ക്രീനെ നോക്കിക്കൊണ്ടിരിക്കും. സ്റ്റാൻഡ് ബൈ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സൈലന്റ് ജസ്റ്റ് ഒന്ന് തിരിച്ചങ്ങനെ തന്നെ വീണ്ടും ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓഫ് ചെയ്താൽ മതി. പറ്റില്ല. HDMI കൊടുത്താൽ വരത്തില്ല. അത് ഒരു നടക്കില്ല. സെയിം കേബിളാണ് പ്രിന്ററിന്റെ പറയുന്നത്. ഇതിന്റെ പ്രകാരമുണ്ടല്ലോ പ്രോജക്ടറിന്റെ
ടച്ചിങ് കേബിൾ ടച്ച് ചെയ്ത് ടച്ചിങ്സ് സ്ക്വയറിന്റെ ആണത് അല്ലേ? അല്ല ഇനി നമുക്ക് അനോട്ടേഷൻ മറ്റേ സാധനം കിട്ടും. ഇനി വരുന്നത് ഇനി നമുക്ക് അല്ലല്ലേ ക്യാൻസർ അതെ ആ ലിസ്റ്റ് ഞാൻ പോണം 3 ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ലിസ്റ്റ് 34 വെച്ചു. പിന്നെ ഫിംഗർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കരുത് ഒരിക്കലും. കൂടി കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ വൈഫൈ കീബോർഡ് നമ്മളെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത അതവിടെ കിടക്കുമല്ലോ. കൊണ്ട് നടക്കാറ് ഇതിപ്പം നമ്മളോട് കിട്ടിയില്ല. വിൻഡോസ് ആണെങ്കിലും ഇവിടെ കൈബോർഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വൈഫൈ അത് ചെയ്ത് പ്ലസ് എടുത്തു. അതിന്റെ ഫ്രണ്ട് ചിരി കൊടുക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതിൽ ടച്ച് വരും. അതൊന്നും പ്ലസ് എടുത്തു. അപ്പൊ ആ സ്ക്രീൻ അവിടെ വെച്ച് അല്ല ഇത് സേവ് ചെയ്ത ആ സ്ക്രീനിൽ കിട്ടുമില്ല അല്ലേ? ഇപ്പൊ നമ്മൾ എഴുതിയത് സേവ് ചെയ്ത കിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ താൻ ഇവിടെ പറയുന്ന സൗണ്ട് കൂടി കിട്ടും. അത് വെച്ച് കഴിഞ്ഞാല് ലീവായവർക്ക് നേരത്തെ പറഞ്ഞ പോലെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കുകയും ചെയ്യാം, എഴുതിയത് കാണുകയും ചെയ്യാം. സ്ക്രീനിന് മുമ്പിൽ മാറി ക്യാമറ ഇപ്പൊ മിറർ ചെയ്യണം. മിറർ ചെയ്യാ അല്ല ഞാൻ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. കാരണം ഇപ്പൊ എന്ത് ചെയ്യാണ് മിറർ ഞാൻ ഊരിട്ടോ. ഞാൻ ഊരിട്ടെ. റോയി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. അതെ സ്റ്റാർട്ടിംഗ് കൊണ്ടെന്ന് പറയോ? അതെയാ അല്ല നമ്മുടെ മുകളിലുള്ള കേസാണല്ലോ. അതാണോ ഇത് വേണ്ട. നമ്മുടെ ഞങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഇത് ചെയ്യില്ല, എന്താ പറയാ, ഇതായിട്ട് നമ്മുടെ മൊബൈൽ അതിന് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പെയർ ചെയ്യല് അത് മുകളിൽ കിട്ടിയില്ല. അതൊക്കെ ആ മൊബൈൽ എടുത്ത് ഏത് ട്രാൻസ്ക്രീൻ? ആ നമ്മള് അതിൽ ആപ്പുകളുണ്ട്. അത് താഴ്ത്തുണ്ട്. കണ്ടോ
ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ വൈഫൈ എടുത്തിട്ട് ഈ ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ട് ISP-C 924 എന്ന് പറഞ്ഞ ID ഈ ID ആയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ എന്തോ കാര്യമില്ല. കാരണം ഈ ഹോട്ട്സ്പോട്ട് ജോയിൻ ആവാണ്ട് ഒരു QR സ്കാൻ ചെയ്ത് അതായത് ഒരു മിനിറ്റ്, നമ്മുടെ ഫോണിൽ വൈഫൈ ആണ് ഇടേണ്ടത് അല്ലേ? നമ്മുടെ ഫോണിൽ വൈഫൈ ഇടും, അല്ലാണ്ട് ഹോട്ട്സ്പോട്ട് അല്ല ഇടേണ്ടത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറ്റുമെന്ന് നോക്കട്ടെ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. എന്നിട്ട് ലോഗിൻ ചെയ്ത് വൈഫൈ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നേരെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ ഓൾറെഡി കണക്റ്റഡ് ആണ്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഓൾറെഡി കാണിക്കും, ഡിവൈസ് കാണിക്കും. ഇതിന്റെ പേര് കാണിക്കും. ഈ ഒരു ഡിവൈസ് ഈ ഒറ്റ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിവൈസും കാര്യങ്ങളും കാണിക്കും. നേരെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ്. അത്രയല്ലോ. വൈഫൈ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, വൈഫൈ ജോയിൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ. സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം എല്ലാ ഫോണിലും ഇത് ഓട്ടോ സപ്പോർട്ട് ചെയ്തില്ല. എന്താ പേര്? ട്രാൻസ്ക്രീൻ. എന്നിട്ട് ലോൺ ചെയ്യണോ? നമുക്കിപ്പോ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എല്ലാം കിട്ടും അല്ലേ? പിള്ളേർ നമ്മള് ഇത് ഉപയോഗിക്കുന്നതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണെങ്കിൽ ഓഡിയോ വെക്കാൻ, പിന്നെ PDF ഓപ്പൺ ആക്കാനാണ്. അത്ര നല്ല ഇമേജ് ഓപ്പൺ ചെയ്യുന്നത്. അതല്ലാണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇമേജ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെന്റ് സെപ്പറേറ്റ്. ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗിന്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, സ്റ്റാർട്ട് കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. സിംഗിൾ ആപ്പ് വരുന്നുണ്ട്, പിന്നെ എൻ്റയർ സ്ക്രീൻ വരുന്നുണ്ട്. അത് എല്ലാ ഫോണിലും വരത്തില്ല. ഞാനിപ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സ്ക്രീൻ കൊടുക്കുന്നു, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ അതുപോലെ. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെടുത്താലും അത് അവിടെ എല്ലാം മനസ്സിലാക്കി. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. സാറിന് കണക്റ്റായി. ഇതിപ്പോ കണക്റ്റഡ് ആയി. അതേ കണക്റ്റായി. അത് ശരി, വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയി. ഇതെന്താ പറയണേ? പവർ ആക്ഷൻ, അതിനിടയിൽ കംപ്ലീറ്റ് ആക്ഷൻ. നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസിനനുസരിച്ച് ഇവിടെ കാണിച്ചോണ്ടിരിക്കും. താങ്കളൊന്ന് ക്യാൻസൽ ചെയ്യോ? ഞാൻ കാസ്റ്റിംഗ് കൊടുക്കട്ടെ. നിങ്ങളൊന്ന് കണ്ണടക്കണം. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് കുറെ ആപ്പുകൾ കാണിച്ചു. അതിന് നമുക്ക് ആവശ്യമുള്ള ആപ്പ് മാത്രമേ അങ്ങനെ എടുക്കാറ്. ഇപ്പൊ കാൽക്കുലേറ്റർ എടുത്തു. ഡിസ്പ്ലേ ഓവർ ഏതെല്ലാം എടുക്കല്ലേ? ഇക്സി കൊടുത്തു, ഇത് കൊടുത്തു. എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പുറത്തു നിർത്താൻ ഇപ്പൊ ഇപ്പൊ ഇതിന്റെ തന്നെ എടുത്താലും അവിടെ എല്ലാ മനുഷ്യരും കാണാം. അതല്ലേ? ഞാൻ ഡോക്യുമെന്റ് എടുത്തപ്പോ സെലക്ട് ഫയല് അതെടുത്തു സെലക്ട് ഫയൽ